വസയുജന്നബുഹൽ അത്ഖാ. ഏറ്റവും തഖ്വയിൽ ജീവിച്ച, തന്റെ ജീവിതത്തെ തഖ്വയിലാക്കി കൊണ്ട് നടന്ന ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിച്ച 7 മഹാന്മാർ അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിച്ചതിന് വേണ്ടി കഠിന ശിക്ഷ അനുഭവിച്ച 7 ആളുകളെ മോചിപ്പിച്ച മഹാനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ തഖ്വയുടെ, ആ അത്ഖയുടെ ഏറ്റവും വലിയ മൂല്യമാണ് തൊട്ട് താഴെ അല്ലാഹു പറയുന്നത്, അല്ലദീ യുതി മാലഹു യതസക്കാ. തന്റെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളം ചെലവഴിച്ചു പോയി. 7 വലിയ മഹാന്മാര് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശ്വസിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവരുടെ യജമാനന്മാരും കുടുംബക്കാരും കഠിനമായവരെ പീഡിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഒരാളാണ് സയ്യിദുന ബിലാൽ. മറ്റൊരു മഹാനാണ് ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു. വേറെ ഒരു സഹോദരിയാണ് നഹദിയ എന്നൊരു സഹോദരി. 4-ാമത്തെ ആള് ആ സഹോദരിയുടെ മകൾ. 5-ാമത്തെ ആള് സിന്നീറ ബീവി. 6-ാമത്തെ ആള് ഉമ്മു ഈസ റളിയല്ലാഹു അൻഹാ. മറ്റൊന്ന് 7-ാമത്തെ ആള് ബനുൽ മുഅമ്മൽ കുടുംബത്തിലെ അടിമ സ്ത്രീ. 7 പേരുടെയും ചരിത്രങ്ങൾ 7 ആക്കി പറയണം. അതിനൊന്നും സമയം ഒതുക്കൂല, പറയേണ്ട വിഷയങ്ങൾ കുറച്ചുകൂടി ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഈ 7 ആൾക്കാരെ മോചിപ്പിക്കുന്നതിൽ ലക്ഷക്കണക്കിന് സമ്പത്താ ചെലവഴിച്ചത്. ബിലാൽ റളിയല്ലാഹുവിനെ മോചിപ്പിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ ഉമയ്യത്ത് പറഞ്ഞു ബിലാലിനെ മോചിപ്പിക്കാൻ ഇഷ്ടം പോലെ, കുറച്ചൊന്നുമല്ല, ഒരടിമക്ക് പറയുന്ന മോചനത്തിന് പറയുന്ന സംഖ്യൊന്നുമല്ല, ഒരാളും പറയാത്ത അത്ര വില പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ചിന്തിക്കാതെ, ഒരിക്കലും മടിച്ചു നിൽക്കാതെ കൊടുക്കേണ്ടത് മുഴുവനും അങ്ങ് കൊടുത്തു. എന്നാലും വേണ്ടിയില്ല, ഒരിക്കലും ഈ ശിക്ഷ കാണാൻ പറ്റൂല. ഈ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ മോചിപ്പിച്ചു. മോചിപ്പിച്ചത് എന്തിനാണെന്നറിയോ? പിന്നീട് മോചിപ്പിക്കപ്പെട്ട അടിമകളിൽ നിന്ന് വല്ല ലാഭവും കിട്ടാനാണോ? അല്ല. എന്തിനാണ് മോചിപ്പിച്ചത്? തൊട്ടു താഴെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിൽ അഅലാ. മോചനം കിട്ടിയ 7 ആളുകളിൽ നിന്ന് എന്തെങ്കിലും സ്വാധീനം കിട്ടാൻ, എന്തെങ്കിലും സഹായം കിട്ടാനോ, അവരെ മോചിപ്പിച്ചിട്ട് അവര് മരിച്ചു പോകുമ്പോ അനന്തര സ്വത്തിന്റെ ഒരു വിഹിതം മോചിപ്പിച്ച ആൾക്ക് ഇസ്ലാമിൽ അടിസ്ഥാനപരമായിട്ട് ഉണ്ട്. അതൊന്നും കിട്ടാൻ വേണ്ടി മോചിപ്പിച്ചതല്ല. പടച്ച റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മോചനം നടത്തിയത്. അങ്ങനെ മോചിപ്പിച്ച മഹാനെ പറ്റി അല്ലാഹു പറയുന്ന വാക്ക് അൽ അത്ഖാ. വലിയ തഖ്വയിൽ ജീവിച്ച മഹാനാണ്. ഉമ്മമാരെ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭക്തിയും നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. ഒരു ഹറാമിന്റെ സംശയമുള്ള ഒരു ചെറിയ ധനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വായിലെത്തി എന്ന് കാണുമ്പോഴേക്ക് എത്രമാത്രം പേടിച്ചു പോയി, എത്രമാത്രം കരഞ്ഞുപോയി. സിദ്ദീഖ് തങ്ങൾക്ക് ഖിദ്മത്തെടുത്തിരുന്ന അടിമ സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിമയുണ്ട്. ആ അടിമ എല്ലാ ദിവസവും ജോലിയെടുത്തിട്ട് നല്ല വരുമാനം കൊണ്ടുവന്നു കൊടുക്കും. അടിമ ജോലിയെടുത്തിട്ട് കിട്ടുന്ന വരുമാനം സയ്യിദിന് ഹലാലാണ്. ഒരു ദിവസം ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ നിന്നൊരു പിടിയെടുത്തിട്ട് വായിലേക്ക് ഇട്ടു. ഒരൊറ്റ പിടി ഭക്ഷണമാണ്. സാധാരണ അടിമ ജോലി കഴിഞ്ഞു വന്നാൽ എന്തെങ്കിലും സിദ്ദീഖ് തങ്ങളെ കയ്യിലേക്ക് കൊടുക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കും, ഇന്ന് എന്തെടുത്ത ജോലി എന്താണ്? ഈ ജോലി ആരെ വീട്ടിലാ ചെയ്തത്?
ചെയ്തത്, എന്നിട്ട് എത്രയാ ശമ്പളം കിട്ടിയത്, ഈ എന്ത് ഭക്ഷണം കൊണ്ട് വന്നു കൊടുത്താലും ചോദിക്കും ഈ ഭക്ഷണം എവിടുന്നാ ഉണ്ടാക്കിയത്, അതിന് കാശ് എവിടുന്നാ കിട്ടിയത്. അങ്ങനെ ചോദിക്കാതെ ഒരൊറ്റ ഭക്ഷണവും കഴിക്കാറില്ല. അന്ന് സംഗതി അങ്ങനെ ചോദിക്കാൻ മറന്നുപോയി. ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. ഒരു പിടി ഭക്ഷണം എടുത്തിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിച്ചു. എല്ലാ രാത്രിയും ഞാൻ ഭക്ഷണം കൊണ്ടുതരുമ്പോ എന്നോട് ചോദിക്കാറുണ്ടല്ലോ എവിടുന്നാണ് ഭക്ഷണം കിട്ടിയത്, അതിന് സമ്പാദ്യം എവിടുന്നാണ്, ജോലി ഹലാലാണോ എന്നൊക്കെ ചോദിക്കാറില്ലേ. ഇന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല? ഇന്ന് ചോദിക്കാൻ വിട്ടുപോയല്ലോ. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു ഹമലനി അലാ ദാലികൽ ജൂ, ഇന്ന് അല്പം വിശപ്പുണ്ട്, അപ്പൊ ഒരു പിടി ഭക്ഷിക്കട്ടെ എന്ന് കരുതിയിട്ട് പെട്ടെന്നൊരു പിടിയെടുത്ത് ഞാനങ്ങ് ഭക്ഷിച്ചു പോയി. മിൻ ഐന ജീത ബിഹാദാ, എവിടുന്നാണ് ഈ ഭക്ഷണത്തിനുള്ള ധനം കിട്ടിയത്? ആ മനുഷ്യൻ പറഞ്ഞു, അടിമ പറഞ്ഞു, ജാഹിലിയ്യ കാലഘട്ടത്തില് ഞാനൊരു കുടുംബത്തിന്റെ അടുത്തുകൂടെ പോകുമ്പോ എനിക്കന്ന് മന്ത്രിക്കാനൊന്നും അറിയില്ല. ഞാൻ അവർക്ക് മന്ത്രം എന്തോന്ന് ജപിച്ചു കൊടുത്തു. മന്ത്രം ചൊല്ലിക്കൊടുത്തപ്പോ അറിയാത്ത പണിയാണ് ഞാൻ ചെയ്തത്. എനിക്കൊന്നും അറിയില്ല, മന്ത്രിക്കാനൊന്നും അറിയില്ല. അറിയാത്ത പണി ഞാൻ ചെയ്തപ്പോ അവരെന്നോട് പറഞ്ഞു ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരാം എന്നവര് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഇന്ന് ഞാൻ ആ കുടുംബത്തിന്റെ അടുത്തുകൂടെ പോകുമ്പോ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. കല്യാണം നടക്കുമ്പോ എന്നെ അവര് വിളിച്ചു. എനിക്ക് അന്നത്തെ കൂലിയായിട്ട് എനിക്ക് നിശ്ചിത സംഖ്യ തന്നു. ഞാൻ അതുകൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു പോയി. സൂക്ഷ്മതയുടെ ഏറ്റവും വലിയ മഹത്വമുള്ള മഹാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? അവിടുത്തെ രണ്ട് കൈയും നേരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നു തൊണ്ടക്കുടിയിലേക്ക്. എന്നിട്ട് ആ കൈ വെച്ച് പ്രസ് ചെയ്യുന്നു. ഛർദിക്കാൻ തുടങ്ങി. ഛർദിച്ചിട്ട് മുഴുവനും പുറത്തു വരാതിരുന്നപ്പോ കുറച്ചു ഭാഗം ഉള്ളിൽ കെട്ടി നിന്നപ്പോ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്തിന്? രണ്ടാമതൊന്നുകൂടി ഛർദിക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, അവരെ ഖൗഫ് നമ്മളൊന്ന് പഠിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമൊന്ന് നമ്മൾ അറിയണം. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വീണ്ടും വെള്ളം കൊണ്ടുവന്നു. വെള്ളം കുടിച്ചിട്ട് പിന്നെയും ഛർദിക്കുന്നു. പിന്നെയും വെള്ളം കുടിക്കുന്നു. പിന്നെയും ഛർദിക്കുന്നു. അപ്പൊ കണ്ടു നിൽക്കുന്ന ആളുകൾ പറഞ്ഞു സിദ്ദീഖ് തങ്ങളെ മതി, നിങ്ങൾ ഛർദിക്കുന്നു എന്ന് നിർത്തൂ. ഒരൊറ്റ പിടിയല്ലേ നിങ്ങൾ ഭക്ഷിച്ചത്? ആ ഒരൊറ്റ പിടി ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും തോനെ ഛർദിക്കുകയാണോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ലൗലാ തഖ്റുജു ഇല്ലാ മാ നഫ്സി ലഅഖ്റജ്തുഹാ. ഒരൊറ്റ പിടി ഭക്ഷണം പുറത്തു പോരണമെങ്കിൽ എന്റെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെടണമെന്നാണോ നിശ്ചയം? എന്റെ ആത്മാവിനെ ഞാനങ്ങ് പറത്തിക്കും. എന്നാലും വേണ്ടിയില്ല, അങ്ങനെയുള്ള ഒരു ഭക്ഷണത്തിന്റെ ഒരു ചെറിയ നാമ്പ് പോലും എന്റെ ഉള്ളിൽ ശേഷിച്ചുകൂടാ. എന്തേ കാരണം? സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുല്ലു ജസദിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. അവിഹിതമായ ഭക്ഷണം, ഹറാമായ പാനീയം, അവിഹിത സമ്പത്ത് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം, അതുകൊണ്ട് മുളച്ചുണ്ടായ ശരീരം, വളർന്നുണ്ടായ ശരീരം, ഫന്നാറു ഔലാ ബിഹി, നരകവുമായി കൂടുതൽ ബന്ധപ്പെട്ടതാ. പലിശപ്പണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുമ്പൊക്കെ സ്ത്രീകള് തൊട്ടിട്ടല്ലേ ഒറ്റ സ്ത്രീ. അപ്പൊ വർഷാവർഷം അതിന്റെ കണക്ക് നോക്കിയിട്ട് ഇങ്ങനെ വാങ്ങാണ്. ഒരു പ്രശ്നമില്ല ആളുകൾക്ക്. നമ്മൾ ജീവിച്ചു പോകണ്ടല്ലോ. നമുക്കങ്ങനെ അള്ളാന്റെ അദാബൊന്നും വരുന്നില്ലല്ലോ. ഉസ്താദ് വാൾന്ന ശരിക്കാണെങ്കിൽ പെട്ടെന്ന് വരണ്ടേ അല്ലേ? അള്ളാന്റെ റഹ്മത്തോണ്ട് അങ്ങനെ മുന്നോട്ട് കാണാൻ തരാൻ കഴിയില്ലാഞ്ഞിട്ടൊന്നും അല്ല. അടച്ച റബ്ബിന്റെ റഹ്മത്തോണ്ട് അങ്ങനെ ജീവിച്ചു പോവാണ്. വർഷാവർഷം ഇഷ്ടം പോലെ കണക്ക് നോക്കിയിട്ട് അവിടെ നിന്നുള്ള പലിശയും മുഴുവനും വാങ്ങിയിട്ട്
അതാ പിന്നെ റിലീഫിനും കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാനും കല്യാണത്തിന് സഹായിക്കാനും രോഗികൾക്ക് ചികിത്സ കൊടുക്കാനും മുഴുവനും അതാ സ്വീകരിക്കൂ അല്ലാഹു തആല. ആ ബോഡി തന്നെ സഹോദരങ്ങളെ നരകത്തിലേക്ക് പോകാനുള്ള ബോഡിയാണ്. ഒരൊറ്റ പിടി ഭക്ഷണം ചോദിക്കാൻ മറന്നുപോകും വിശപ്പ് കൊണ്ട്. അങ്ങനെ കഴിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഴുവനും ഛർദിച്ചിട്ട് ഒരൊറ്റ ധാന്യം പോലും എന്റെ ഉള്ളിൽ ബാക്കിയുണ്ടാകാൻ പാടില്ല. ഇനി അത് പുറത്ത് വരണമെങ്കിൽ എന്റെ റൂഹ് പോകണമെന്നാണോ? റൂഹ് പോയിക്കോട്ടെ, എനിക്ക് വിഷയമല്ല. എന്നാലും ഒരു ഹറാമിന്റെ തരി എന്റെ ഉള്ളിൽ ബാക്കി ഉണ്ടാകാൻ പാടില്ല. പഴയ കാലത്ത് വാപ്പാരൊക്കെ മക്കളോട് പറഞ്ഞിരുന്നു. ഇപ്പത്തെ വാപ്പാര് പറയുമെന്ന് എനിക്കറിയില്ല. മക്കളെ, നിങ്ങളെ പോറ്റിയത്, ഞങ്ങളോടൊക്കെ നമ്മളെ വാപ്പ പറഞ്ഞു, നിങ്ങളെ പോറ്റിയത് ഒരു നയാ പൈസ, ഒരു ചെറിയ ഒരു 5 പൈസ പോലും, എന്നൊക്കെ 5 പൈസക്ക് മൂല്യമുള്ള കാലാണ്. ഹറാമിൻ്റെതില്ല, അവിഹിതമായതില്ല, പൊരുത്തപ്പെട്ട ധനത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങളെ സംരക്ഷിച്ചതും നിങ്ങൾക്ക് ഭക്ഷണം തന്നതും. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖശീതു അയ്യംബുത ശൈഉം മിൻ ജസദി മിൻ ഹാദിഹിൽ ലുഖ്മാ. ഈ ഒരൊറ്റ പിടി ഭക്ഷണത്തിൽ നിന്ന്, ആ ഒരൊറ്റ പിടി ഭക്ഷണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തെ നീര് വികസിച്ചിട്ട് എന്റെ ശരീരം വളരുന്നത് ഞാൻ പേടിച്ചുപോയി. അപ്പൊ സഹോദര, നമ്മൾ കുടിച്ചത് കൊണ്ട് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മയക്ക് വസ്തു, ഒരു ചെറിയ പാക്കറ്റ് ആകട്ടെ, കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു പാക്കറ്റ്, അതൊരു പാൻ പരാക്കാണെങ്കിലും ശരി, സാധാരണ വിൽപ്പന നടത്തുന്ന ഒരു സാധനല്ലേ അത്, ഒരു ചെറിയ മയക്ക് വസ്തു ആണെങ്കിലും പോയി നമ്മുടെ ശരീരത്തിന്റെ ഒരു രക്തത്തിന്റെ വളർച്ചക്ക്, ബോഡിന്റെ ചെറിയൊരു വളർച്ചക്ക് ഇത് കാരണമായെങ്കിൽ നമ്മുടെ ശരീരം പോകാൻ കടപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ നന്നായി ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗഫാണിത്. എത്ര വലിയ തഖ്വയിൽ ജീവിച്ച മഹാനാണ് സഹോദരങ്ങളെ. ജീവിതത്തിൽ മുഴുവനും അങ്ങനെയല്ലേ മഹാനവർകളെ ജീവിതം. ഒരിക്കൽ പോലും അവിടുത്തെ നാവ് കൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സത്യമല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. ജാഹിലിയ്യ കാലഘട്ടത്തിലും ഉള്ള സൽപ്പേരാണത്. ജാഹിലിയ്യ കാലഘട്ടത്തിലും സിദ്ദീഖ് റളിയല്ലാഹുവിന് അതേപോലത്തൊരു സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ ജബൽ ഹിറായിൽ നിന്ന് ഇഖ്റ ബിസ്മിയുടെ സന്ദേശവുമായി വീട്ടിലേക്ക് വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രത്യേക രൂപസാദൃശ്യം കണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രത്യേക തരം രൂപം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരീരത്തിൽ വിറച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ പുതപ്പിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, പേടിക്കണ്ട നബിയെ, അല്ലാഹു തങ്ങളെ കയ്യൊഴിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖ്രിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കുന്ന ആളാണ്. ഏതെങ്കിലും ആളുകൾ പരിചയമുള്ളവരോ ഇല്ലാത്തവരോ അതിഥികളായി വന്നാൽ നല്ല സൽക്കാരം കൊടുക്കുന്ന ആളാണ്. ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ നബിയെ, തങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇതേ വിശേഷണം ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും അന്നത്തെ മക്കയിലെ കാരണവരായ ഇബ്നു ദുഗ്ന പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തില്ലേ? ഇബ്നു ദുഗ്ന എപ്പോഴാണത് പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ കേൾക്കുന്നത് ഓരോ ദിവസവും കാണാതെ പഠിച്ച് ഫർള് നിസ്കാരത്തിന്റെ മുമ്പ് ഇസ്ലാമിൽ നിയമമാക്കിയ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരങ്ങളിൽ തന്നെ വളരെ നേരത്തെ വന്ന നിസ്കാരമാണ് രാത്രിയിലെ നിസ്കാരം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. ഫർള് നിസ്കാരം നിയമമാക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ തഹജ്ജുദ് നിസ്കാരം നിയമമാക്കപ്പെട്ടിട്ടുണ്ട്.
പുതപ്പ് മൂടി പുതച്ചിറങ്ങുന്ന അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞില്ലേ, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പുതപ്പും പുതച്ച് കിടക്കുന്ന നബിയേ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, കുറഞ്ഞ ഭാഗം രാത്രി ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കണം നബിയെ. എത്രയാണ് നിസ്കരിക്കേണ്ടത്? നിസ്ഫഹു, രാത്രിന്റെ പകുതി തങ്ങൾ നിസ്കരിക്കണം. അവിൻഖുസ് മിൻഹു, അല്ലെങ്കിൽ പകുതിയിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ട് മൂന്നിലൊരു ഭാഗം നിസ്കരിക്കണം. ഔ സിദ് അലൈഹി, അല്ലെങ്കിൽ മൂന്നിൽ 2 ഭാഗം നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോ വറത്തിലിൽ ഖുർആന തർത്തീലാ, സാവകാശം സുന്ദരമായി ഖുർആൻ ഓതണം നബിയേ. ആ നിസ്കാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിച്ചത് മുതൽക്ക് തന്റെ വീട്ടിൽ ചെന്ന് രാത്രി സിദ്ദീഖ് തങ്ങൾ നിസ്കരിക്കും. അട്ടപ്പാതിര നേരത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഓത്ത് കേട്ടാൽ വല്ലാത്ത ഒരു സന്തോഷമുള്ള, ആരെയും പിടിച്ചിരുത്തുന്ന ഒരു ശൈലിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഓത്ത്. നട്ടപ്പാതിര നേരത്ത് വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തിൽ ഓതുന്ന ഓത്ത് കേട്ടിട്ട് പരിസരത്തുള്ള വീടുകളിലെ സഹോദരിമാര് മുഴുവനും വീട്ടിൽ നിന്നിറങ്ങിയിട്ട് സിദ്ദീഖ് തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് തപസ്സിരിക്കാൻ തുടങ്ങി. ഈ വന്നിരിക്കുന്ന സഹോദരിമാരൊന്നും മുത്തുനബി തങ്ങളെ വിശ്വസിച്ചവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാത്ത ആളുകളാണ്. പക്ഷെ ഖുർആനിന്റെ വശ്യ മനോഹാരിത അതാണ്. ഖുർആനിന്റെ ഓത്തിന് ഒരു വശീകരണമുണ്ട്, ആശയങ്ങൾക്ക് വശീകരണമുണ്ടെന്നതിൽ തർക്കമില്ല ലോകത്ത്. ഖുർആൻ ഇപ്പോഴും ജനങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്തുന്ന, അന്ധമില്ലാത്ത ആളുകളെ ശരിക്ക് ബോധം കൊടുത്ത് വളർത്തുന്ന അള്ളാഹുവിന്റെ കിതാബാണ് വിശുദ്ധ ഖുർആൻ. ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് ഇപ്പോഴും പുതിയ പാഠങ്ങൾ വേണോ? ഖുർആനിലുണ്ട്. പുതിയ വിസ്മയങ്ങൾ അറിയണോ? ഖുർആനിലുണ്ട്. എല്ലാ വിഷയങ്ങളും ഖുർആനിലുണ്ട്. അർത്ഥങ്ങളുടെ തലങ്ങൾ നോക്കിയാലൊന്ന് വേറെ. പാരായണത്തിന്റെ ഓത്തിന്റെ രസം കേട്ടിട്ട് ഉറങ്ങുന്ന സഹോദരിമാരെ എഴുന്നേറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വശ്യത എത്രയാണ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പാട്ടിലൊന്നല്ല ആനന്ദമുള്ളത്. ഏതെങ്കിലും അർദ്ധരത്നകളായ പെൺകുട്ടികൾ വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വലിയ DJ സെറ്റ് സംവിധാനം ചെയ്തിട്ട് മുട്ടും കൊട്ടും കൊരവയുണ്ടാക്കിയിട്ട് ഇപ്പുറത്തൊരു ആൺകുട്ടിയും അപ്പുറത്തൊരു പെൺകുട്ടിയും ഒരു പാതി വസ്ത്രം പുറത്തേക്ക് കീറിപ്പറിച്ച് കളഞ്ഞിട്ട് തുള്ളിയിട്ട് പാട്ട് പാടുന്ന, അതിലൊന്നല്ല ആനന്ദം. അതൊക്കെ വെറുതെ, അതൊക്കെ ഒരു കോപ്പ് കൂട്ടുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. ഏറ്റവും വലിയ ആനന്ദം ഖുർആനിന്റെ ഓത്തിന്റെ മുന്നിലാ. എത്ര കാലമായ സഹോദരങ്ങളെ ഹറമിലെ ഇമാമിന്റെ ഓത്ത് കേട്ടിട്ടെപ്പോഴും എടുത്തിട്ടുണ്ടോ? എന്തൊരു സൗന്ദര്യം ആ ഓത്തിന്. മക്കാ പള്ളിയിലെയും മദീന പള്ളിയിലെയും ആ 2 രാജ്യങ്ങളിലെയും 2 രാജ്യങ്ങൾക്കും അല്ലാഹു കാവൽ നൽകട്ടെ. ആ 2 പവിത്ര ധന്യമായ രാജ്യങ്ങളിലെയും ഇമാമുകൾ ഓതുന്ന ഓത്തിന് ലക്ഷക്കണക്കിന് ആളുകളല്ലേ തേങ്ങിക്കരഞ്ഞുകൊണ്ട് വിശുദ്ധ റമളാനിലെ 27-ാം രാവിലെ ആമീൻ പറയുന്നത്. ആ ഓത്ത് കേൾക്കാൻ വേണ്ടി ലക്ഷങ്ങളല്ലേ ഒരുമിച്ച് കൂടുന്നത് അവിടെ. ആസ്വാദനത്തിന് ഒരു കുറവില്ല. ഏറ്റവും വലിയ ആസ്വാദനം, ഏറ്റവും വലിയ ആനന്ദം അത് ഖുർആനിന്റെ ഓത്താണ്. അത്ര മനോഹരമുള്ള ഒന്ന് ലോകത്ത് പറയില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോലും ഓതി കേൾക്കാൻ ആഗ്രഹിച്ച ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്. വേറൊരാളെ നിർത്തിയിട്ട് തങ്ങൾ ഓദിപ്പിച്ചു, നിങ്ങൾ ഓതു, ഞാനൊന്ന് ഓത്ത് കേൾക്കട്ടെ. മറ്റൊരാളെ ഓത്ത് കേൾക്കുന്നത് എനിക്ക് ആനന്ദമാണെന്ന് പറഞ്ഞു തങ്ങൾ. ഇഷ്ടം പോലെ ഖുർആൻ ഓതിയിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നട്ടപ്പാതിര നേരത്ത് ഖുർആൻ ഓതുമ്പോ രാവിലെ എണീറ്റ് നോക്കുമ്പോ പല ആളുകളുടെയും പരിസരത്ത് ഭാര്യമാരെ കാണുന്നില്ല, അപ്പുറത്തെ റൂമിൽ പെൺകുട്ടികളെ കാണുന്നില്ല, സഹോദരിമാരെ കാണുന്നില്ല, വല്യമ്മമാരെ കാണുന്നില്ല. നോക്കുമ്പോ എല്ലാവരും സിദ്ദീഖ് തങ്ങളെ മുറ്റത്താണ്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. വീടിന്റെ മുറ്റത്തിരിക്കാണ്, ഓത്ത് കേട്ടിട്ടിരിക്കാണ്. സിദ്ദീഖ് തങ്ങൾ അവരെ വിളിച്ചു വരുത്തിയതല്ല, എല്ലാവരും രാത്രി എണീറ്റ് വരണമെന്ന് പറഞ്ഞതുമല്ല. ഓത്ത് കേട്ടിട്ട് സ്വമേധയായി എണീറ്റ് പോയി. അപ്പൊ ആ കുടുംബക്കാരൊക്കെ യോഗം ചേർന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ ഈ രാത്രി നിസ്കാരം നിർത്തണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ പെണ്ണുങ്ങളോട് പൊരലിക്കാൻ പറയും, ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിലല്ലേ നിസ്കരിക്കുന്നത്, നിങ്ങൾ ആരും പൊരന്റെ മുറ്റത്തല്ലല്ലോ.
ആരെയും പറഞ്ഞ മുറ്റത്താണോ? ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ സ്വതന്ത്രമായി നിസ്കരിക്കാണ്. അതിന് അവരെ ഇറങ്ങി വന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? അവരോട് വരണ്ടാന്ന് പറയണോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞേക്ക് അവരോട് വരണ്ടാന്ന്. പക്ഷെ സ്ത്രീകൾ നിൽക്കുന്നുണ്ടോ? ഖുർആൻ വിശദീകരിക്കുന്ന ഓരോ സംഭവങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാത്തവരാരാ? രണ്ടാമത്തെ രാത്രി അങ്ങനെ തന്നെ പെണ്ണുങ്ങൾ വന്നു. പിന്നെ ഉറക്കം ഒഴിവാക്കിയിട്ടല്ലേ വരുന്നത്? നട്ടപ്പാതിര നേരത്ത് ഈ ഓത്ത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിങ്ങനെ ആവർത്തിച്ചപ്പോ അവരെല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകണം. ഒന്നുകിൽ നിസ്കാരം നിർത്തണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോകണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരവും ഓത്തും എനിക്ക് നിർത്താൻ കഴിയൂല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പോയി തരാം. അങ്ങനെ മഹാനവർകൾ യാത്രക്ക് ഒരുങ്ങി, ഹിജ്റ പോകാൻ ഒരുങ്ങി, ഹബശയിലേക്ക് ഹിജ്റ പോകാൻ ഒരുങ്ങി. വാഹനം റെഡിയാക്കി, ഭാണ്ഡങ്ങളൊക്കെ എടുത്തു വെച്ച് വാഹനത്തിൽ യാത്ര പുറപ്പെട്ട് കുറച്ചങ്ങ് നീങ്ങുമ്പോ അന്നത്തെ ആ നാട്ടിലെ പ്രദേശത്തെ കാരണവരായ ഇബ്നു ദുഗ്ന മറ്റൊരു വഴിക്ക് വരുന്നു. നിങ്ങൾ എവിടേക്കാണ് ഇതൊക്കെ കെട്ടി പുറപ്പെടുന്നത്? നിങ്ങളെ നാട്ടിലെ ആളുകളില്ലേ, എന്റെ പരിസരത്ത് ജീവിക്കുന്ന സമൂഹം, അവരെന്നെ അവിടെ നിൽക്കാൻ അയക്കുന്നില്ല. എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഞാൻ ഖുർആൻ ഓതിയിട്ട് പറ്റൂല എന്നാ പറഞ്ഞത്, നിസ്കരിച്ചിട്ട് പറ്റൂല എന്നാ പറഞ്ഞത്. ഞാൻ ഓതുന്നത് കേട്ടിട്ട് അവരെ വീട്ടിലെ സഹോദരിമാര് ഇറങ്ങി വന്നതൊരു പരാതിയായി കണ്ടു. അതുകൊണ്ട് ഞാൻ ഓതാൻ പറ്റുന്ന നാട്ടിലേക്ക് പോവുകയാണ്. ഇബ്നു ദുഗ്ന പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ ആളുകൾ നാട് വിട്ടു പോകാൻ പാടില്ല. നിങ്ങൾ പോയാൽ പിന്നെ ഈ നാട്ടിന്റെ ഐശ്വര്യം കുറഞ്ഞു പോയി. ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖ്രിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖീ. നേരത്തെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ അതേ വരികൾ ഇബ്നു ദുഗ്നയും പറയുന്നു. നിങ്ങൾ സൽ സ്വഭാവമുള്ള ആളാണ്, പണ്ട് കാലം മുതൽക്ക് കുടുംബ ബന്ധം പുലർത്തുന്ന ആളാണ്, പാവപ്പെട്ട ആളുകൾ വന്നാൽ എന്തെങ്കിലും സമ്പാദിച്ചു കൊടുക്കുന്ന ആളാണ്, ഒന്നിനും കഴിയാത്ത ആളുകളെ ദത്തെടുത്തിട്ട് അവർക്ക് ജീവിതം കൊടുക്കുന്ന ആളാണ്. സത്യത്തിന്റെ എതിർചേരിയിൽ എന്ത് തന്നെ വന്നാലും അത് തരണം ചെയ്ത് സഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിവുള്ള ആളാണ്. നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾക്ക് ഞാൻ അഭയം തന്നിരിക്കുന്നു, നിങ്ങൾ തിരിച്ചു പോകണം. യാത്ര നിർത്തിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും വീട്ടിലേക്ക് മടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയില്ലേന്ന് കരുതിയിട്ട് അവരൊക്കെ സന്തോഷിച്ചു. അന്ന് രാത്രി പിന്നെയോ അതാ പെണ്ണുങ്ങളെ അടുത്ത് കാണുന്നില്ല, സഹോദരിയെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല. അപ്പൊ എല്ലാവരും കൂടി എണ്ണീറ്റ് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പോയല്ലോ, പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ അവിടെ എണീറ്റ് പോയത്. അവര് പോയി നോക്കുമ്പോ വീണ്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. സുബഹിന്റെ ശേഷം അവർ ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്നലെ ഇവിടുന്ന് പോയതല്ലേ, പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു ദുഗ്ന എനിക്ക് അഭയം തന്നു, അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പൊ ഈ മനുഷ്യന്മാരെല്ലാവരും കൂടി ഇബ്നു ദുഗ്നന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങളൊരൊറ്റ കാരണം കൊണ്ടാണ് മൂപ്പര് തിരിച്ചു വന്നത്, ഇപ്പൊ തന്നെ മൂപ്പരെ പറഞ്ഞേക്കണം, നിങ്ങൾ കൊടുത്ത അഭയം തിരിച്ചു വാങ്ങണം. നിങ്ങളെ കേരളത്തിൽ ജീവിക്കാൻ പാടില്ല, ഞങ്ങൾ അഭയം കൊടുത്തു എന്താ തിരിച്ചു വന്നത്? ഞങ്ങളെ പെണ്ണുങ്ങളും ഞങ്ങളെ മക്കളും കുടുംബവും ഒക്കെ രാത്രി എണീറ്റ് ആ വീട്ടിന്റെ മുറ്റത്ത് പോയിരിക്കുകയാണ്. ഇബ്നു ദുഗ്ന ഇവരൊക്കെ വന്ന് പറഞ്ഞപ്പോ പേടിച്ചിട്ട് ഇബ്നു ദുഗ്ന പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ തന്ന അഭയം തിരിച്ചു തരണം, ആളുകൾ എന്നെ ശല്യം ചെയ്യുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോകൂല, നിങ്ങൾ തന്ന അവയെ നിങ്ങൾ തിരിച്ചെടുത്തോളൂ, അള്ളാഹുവിന്റെ കാവലിന്റെ സംരക്ഷണത്തിൽ ഞാൻ തൃപ്തിപ്പെടുന്നു. എനിക്കാരും കാവല് വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഖുർആനോദും ചെയ്യും, നിസ്കരിക്കും ചെയ്യും. അത് കേട്ട് ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഉൾക്കൊള്ളും, സ്വീകരിക്കുന്ന ആൾക്കാർ സ്വീകരിക്കും. വേറെ ആരും പേടിച്ചു പോകുന്ന പ്രശ്നമല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറച്ചു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ നാവിനെ ഒരിക്കലും സത്യമല്ലാത്ത ഒരു കാര്യത്തിനും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. സത്യം അംഗീകരിക്കുന്നതിന് അങ്ങേ അറ്റം നമ്മൾ മാതൃകയാക്കേണ്ട വലിയൊരു മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്ന് നിങ്ങൾ നോക്ക്, ജനങ്ങൾക്ക് സംശയത്തിന്റെ കൂമ്പാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് ഏതെങ്കിലും ഒരു ആലിമ് പറഞ്ഞ അപ്പൊ അപ്പുറത്തുള്ള ആളുകൾ ചോദിക്കാണ്, അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞത് അങ്ങനെ ശരിയാണോ? അത്രയും കണ്ട് ശരിയാണോ? ഒരു വലിയ ആലിമ് പറയാണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു, ശരിയായ നിലക്ക് തെളിവൊക്കെ ഉദ്ധരിച്ച് പറഞ്ഞാലും ആളുകൾക്ക് സംശയം, സന്ദേഹം. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ നോക്ക്.
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഉം മിഅ്റാജും കഴിഞ്ഞ് സഹോദരങ്ങളെ തിരിച്ച് മക്കയിലെത്തിയപ്പോ രാവിലെ നേരം വെളുത്തപ്പോ അബൂജഹലിനെ കണ്ടു. എല്ലാ ദിവസവും അബൂജഹൽ ചോദിക്കും, എന്തെങ്കിലും പുതിയ വിശേഷമുണ്ടോ, പുതിയ വിശേഷമുണ്ടോ എന്ന് ചോദിക്കും. അന്നും ചോദിച്ചെന്ന് പുതിയ വല്ല വർത്തമാനങ്ങളുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉണ്ട്. ഇന്നലെ രാത്രി നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്ന സമയത്ത് ഈ മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഞാൻ ബുറാഖിൽ യാത്ര ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാമും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അംബിയാഇനെ കണ്ടു. അവർക്ക് ഇമാമായി നിസ്കരിച്ചു. അതിനുശേഷം 7 ആകാശങ്ങളിലേക്ക് ഞാൻ സന്ദർശനം നടത്തി. സ്വർഗവും നരകവും അർശും കുർസിയും ലൗഹും ഖലമും എല്ലാം കണ്ട് അല്ലാഹുവിനെയും സന്ദർശിച്ചു. അല്ലാഹുവിനെയും കണ്ടു. ഞാൻ തിരിച്ചു നേരം വെളുക്കുന്നതിന്റെ മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ വന്നെത്തിപ്പോയി. അബൂജഹൽ പറഞ്ഞു, ഇത് വല്ലാത്ത ഒരു സംഗതിയാണ്. തന്റെ കൂടെയുള്ള ആളുകളോട് പോയിട്ട് പറഞ്ഞു, ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു തുരുപ്പ് ചീട്ടാണ്. ഇത് വെച്ച് വിശ്വസിച്ച ആളുകളെ നമുക്ക് പിന്തിരിപ്പിക്കാം. വിശ്വസിച്ച ആളുകളെന്ന് 40 തികയൂല, കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ. അവരോട് പെട്ടെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാം. കാരണം നമ്മളൊരു വാഹനമെടുത്ത്, അതും നല്ല സ്പീഡിൽ പോകുന്ന ഒരു കുതിരപ്പുറത്ത് 1 മാസം എടുത്ത് യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസ്. ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് ഒരു രാത്രിയിലെ ചുരുങ്ങിയ സമയം കൊണ്ട് പോയി തിരിച്ചു വന്നു. അതൊരു നിലക്കും ആരും സമ്മതിക്കൂല. അത് മാത്രമല്ല 7 ആകാശങ്ങളിലും ആരോഹണം നടത്തി. ലൗഹും കുർസിയും അർശും ഒക്കെ കണ്ട് അല്ലാഹു കാണിച്ചു കൊടുത്ത ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ കണ്ട് പടച്ച റബ്ബിനെയും കണ്ട് അല്ലാഹുവിനോട് സംവദിച്ച് അല്ലാഹു ധാരാളം ഇൽമുകൾ നൽകി തിരിച്ചു വന്നു എന്നല്ലേ പറയുന്നത്. ഇതൊരിക്കലും ജനങ്ങൾ വിശ്വസിക്കൂല. ആരെ കാണണം നമുക്ക് ആദ്യം? അവര് കൂടുള്ള ആളുകൾ പറഞ്ഞു, നമുക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാം. അവരല്ലേ ആദ്യം നബിതങ്ങളെ വിശ്വസിച്ചത്. അപ്പൊ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ മെമ്പർ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആദ്യം അവരെ കാണാം, അവരെ പിന്തിരിപ്പിക്കാം. എല്ലാവരും കൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് ചെന്നു. ചെന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? എന്തേ കാര്യം? നിങ്ങളെ സഹോദരൻ ഇതുവരെ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് പൊറുക്കാമായിരുന്നു. അതിലപ്പുറം ഒരു വിഷയമാണ് ഇന്ന് പറഞ്ഞത്. ഇത് വിശ്വസിക്കാനും സ്വീകരിക്കാനും വളരെ പ്രയാസമുണ്ട്. എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇന്നലെ രാത്രി നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്ന നേരത്ത് ഉമ്മു ഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് നേരെ മസ്ജിദുൽ ഹറാമിൽ വന്ന് അവിടുന്ന് ബുറാഖിന്റെ മേലെ കയറിയിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. അവിടുന്ന് 7 ആകാശങ്ങളിലേക്കും പോയി അള്ളാഹുവിനെ സന്ദർശിച്ച് തിരിച്ചു. രാത്രി തീരുന്നതിന്റെ മുമ്പ് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നാ പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെ എന്റെ നേതാവ് പറഞ്ഞോ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞോ നിങ്ങളോട്? അതേ പറഞ്ഞു. പിന്നെ വേറെ വല്ലതും പറഞ്ഞോ? പിന്നെയും കുറെ കാര്യങ്ങൾ അവർ എണ്ണി എണ്ണി പറഞ്ഞപ്പോ, എന്നാൽ ആമന്തു ബിഹി വസദ്ദഖ്തു, ഞാനത് വിശ്വസിച്ച് അംഗീകരിച്ചു. നിങ്ങൾ എങ്ങനെ അത് വിശ്വസിക്കാം? നമ്മൾ ഇവിടുന്ന് ഷാമിലേക്ക്, ഷാമിലല്ലേ സഹോദരങ്ങളെ ബൈത്തുൽ മഖ്ദിസ് ഉള്ളത്, ഷാമിലേക്ക് പോകാൻ 1 മാസം എടുക്കാറില്ലേ? കച്ചവടത്തിന് നമ്മളൊക്കെ പോകുന്നതല്ലേ? ഒറ്റ രാത്രിയിൽ കുറഞ്ഞ നേരം കൊണ്ട് പോയി എന്ന് മാത്രമല്ല, തിരിച്ചു വന്നു. ഷാമും മാത്രല്ല, അതിലപ്പുറം ഏതെല്ലാം ലോകങ്ങളാ പോയി വന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നതിനേക്ക് ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധി കുറവായതുകൊണ്ടാണ് പേര് അബൂജഹൽ എന്ന് വന്നത്. എന്താ ബുദ്ധി കുറവ്? ഓ സഹോദര, ഇതിലും വലിയ കാര്യം വിശ്വസിക്കുന്ന ആളല്ലേ ഞാന്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിതങ്ങൾക്ക് ഓതി കൊടുക്കുന്ന കാര്യം ഞാൻ കാണുന്നുണ്ടോ? ഇല്ല. ഓതി കൊടുക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല. ജിബ്രീലിനെ കാണുന്നുണ്ടോ? കാണുന്നില്ല. എന്നിട്ട് ആ വഹി വിശ്വസിക്കുന്ന ആളല്ലേ ഞാന്. എന്നാൽ അതിനേക്കാൾ എളുപ്പമാണ് ഇത് വിശ്വസിക്കാൻ. ഇത് നബിതങ്ങൾ നേരെ പോയി കണ്ടുവന്നു എന്നല്ലേ പറഞ്ഞത്. ഇത് വിശ്വസിക്കാൻ എളുപ്പമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് വന്ന് കൊടുക്കുന്ന വഹി ഓരോ ദിവസവും ഓതിത്തരുന്ന വിശ്വസിക്കുന്ന എനിക്ക് ഇത് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല, എളുപ്പമാണ്. ഞാനത് വിശ്വസിച്ചു, അംഗീകരിച്ചു. പരാജയപ്പെട്ട് തിരിച്ചു പോന്നു.
സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹു തആല പേര് നൽകി അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാനത് വിശ്വസിച്ചു, ഞാനത് അംഗീകരിച്ചു, എനിക്കതിൽ സംശയമേ ഇല്ല. സിദ്ദീഖ് തങ്ങളെ വിശ്വാസം പകർത്തണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലും സംശയിക്കരുത്. അതുകൊണ്ടാ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും ഒറ്റൊന്നും ഒഴിവാകാൻ പാടില്ല. മുഴുവൻ വിഷയങ്ങളും അതേ രൂപത്തിൽ വിശ്വസിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്.